കൂട്ടുകാരെ, മെയ് മാസപ്പുലരിയിലെ ഒരു ദിവസത്തിലെ ഒരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇന്ന് ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഒരു വ്ളോഗ് എടുക്കാമെന്ന്. കാരണമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഞങ്ങളെ തൊടിയിൽ അടുത്ത തൊടുവാണിത്. അതിലൊരു കിണറുണ്ട്. അതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ ഒന്ന് പോയി നിങ്ങൾക്ക് കിണറൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോയത് കേട്ടോ. മഴ നിൽക്കാതെ പെയ്യാത്തത് കാരണം തന്നെ കിണറത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് നിന്ന് പെയ്യുമ്പോൾ മാത്രമാണ് കിണറിൽ വെള്ളം കയറാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് ഞാനിങ്ങനെ പോവാണ്. അപ്പോൾ സ്വാഗതമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് നിങ്ങൾക്ക് എന്തായാലും എൻ്റെ വീഡിയോക്ക് സ്വാഗതം തന്നെയാണ് കേട്ടോ. എല്ലാവരും കാണുന്നു എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്വാഗതം പറയാതെ സ്റ്റാർട്ടിങ്ങിൽ സ്വാഗതം പറയാതെ വന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചെന്ന ഇവിടെ ഒരു കശുമാവിൻ്റെ ഉണ്ട് കേട്ടോ. കശുമാവുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ പൊങ്ങുണ്ടാവുമല്ലോ, മഴ പെയ്തതിന് ശേഷം അതിങ്ങനെ മുളച്ചിട്ടുണ്ടാവും. അത് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി തിരിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതുമല്ല, മഴ നന്നായിട്ട് പെയ്തതിന് ശേഷം നേരം വെളുത്ത് കുറച്ചൊക്കെ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ മക്കളായിട്ടൊന്ന് ഇറങ്ങിയതായിരുന്നു. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണ മക്കൾ വെറും മൊബൈൽ ലോകത്തിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടേണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊന്ന് നടക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ദാ എല്ലാ കുട്ടി പട്ടാളും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ചധികം ദൂരം ഇങ്ങനെ നടക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. അടുത്ത വീട്ടിലൊരു ഇരുമ്പാമ്പുളിയുടെ മരമുണ്ട്. ഒരൊറ്റ ഇരുമ്പാമ്പുളി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇരുമ്പാമ്പുളി, ഊർക്കപ്പുളി എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പറയാമെന്ന് അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, ഈ ഒരു തൊടിയിൽ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ കശുമാവിൻ്റെ മുളച്ച് വരുന്ന ഭാഗം കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കുക, അതുപോലെ അവർക്കൊക്കെ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷെ അവിടെ ഒറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് കശുമാവിന് അണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ എല്ലാവരോടും പെറുക്കിയിട്ട് ഒരു ഇലയൊക്കെ കൊടുത്തിട്ട് അതിലിട്ടിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ എല്ലാവരും കിട്ടിയതിൻ്റെ എണ്ണമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക കേട്ടോ. അങ്ങനെ കുറേ നേരം അവരായിട്ട് ഇങ്ങനെ നടന്ന് സംസാരിച്ച് കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഓരോ സ്ഥലത്തിൻ്റെയും ഇവിടെ കളിക്കാൻ പറ്റും, അങ്ങനെ ഞങ്ങൾ എങ്ങനെയാണ് കളിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നു. കുറേ ദൂരം നടന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കാടുണ്ട്, അതിലേക്ക് പോകാമെന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഇതുപോലെ ഒരു നാവലിൻ്റെ മരമുണ്ട്. ആ നാവലിൻ്റെ മരം ഇതാട്ടോ. ആ നാവലിൻ്റെ മരം നല്ല ഹൈറ്റിലുള്ളൊരു മരമാണ്. അപ്പോൾ അതിൻ്റെ താഴെ മക്കൾ ഇതെന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നോക്കണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്ത സമയത്ത് വീണതായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ അവർക്ക് ആ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ സാധാരണ ഇവിടെ വന്ന് എടുക്കാറൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ നാവിലുണ്ടായതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഞങ്ങൾ മഴയൊക്കെ കാരണം, അതുപോലെ തന്നെ എനിക്ക് ക്ലാസ് ഉള്ളത് കാരണം ഞാൻ ഇങ്ങോട്ട് വരാറില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതാ നാവലും പഴമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് ഏതായാലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ അടുത്ത ദിവസം പോയിട്ട് ഉണ്ടോയെന്ന് നോക്കിയിട്ട് മക്കൾക്ക് കൊടുക്കാം. ഇപ്പോൾ ഏതായാലും മഴയൊക്കെ പെയ്ത സമയത്ത് വീണതായിരിക്കും എന്ന് പേടിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള കാട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ കാടോ ആയിരുന്നു. ഇപ്പോൾ ആളുകളൊക്കെ സ്ഥലമൊക്കെ വാങ്ങി വീടൊക്കെ കയറ്റുന്ന കാരണം ഇങ്ങനെ റോഡും വഴിയൊക്കെ ആയിട്ട് വീടുകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇതിൽ നോക്കിയാൽ എൻ്റെ വീട് കാണാം, താഴത്തുനിന്ന് എൻ്റെ വീട് കാണാം. ഇതാ അപ്പോൾ ഞങ്ങൾ അതിനൊക്കെ നടന്ന് അതൊക്കെ കണ്ട് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം ഇതാ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ഉമ്മയുടെ ഒരു അമ്പായ മരം ഉണ്ട് കേട്ടോ. അപ്പോൾ നിറയെ അമ്പായ ഉണ്ടായിരുന്നു, അമ്പാഴങ്ങ ഉണ്ടായിരുന്നു നിറയെ കേട്ടോ. ഇപ്പോൾ ഇതാ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. എപ്പോഴും ഇതിൽ അമ്പാഴങ്ങ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതിൽ നിന്നൊരു ചെറിയ അമ്പാഴങ്ങൊക്കെ പൊട്ടിച്ചിട്ട് ഇതാ ഞങ്ങൾ വീടിൻ്റെ അടുത്തെത്തി. ഉമ്മയുടെ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെയാണത് കേട്ടോ. പല ചെടികളൊക്കെ ഉണ്ടായിരുന്ന വീടായിരുന്നു. ഉമ്മ നന്നായിട്ട് കെയറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മയുടെ ഒരു ഈ ജ്യൂസ് അടിക്കണ ഒരു ഓറഞ്ചാണ് കേട്ടോ. അത് ചെറിയ ഓറഞ്ച് ആണ്. ഇതിന്മേൽ നന്നായിട്ട് ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതാ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ചെറുതായിട്ടുണ്ട്, ചില ഭാഗത്ത് ചെറിയ കുറച്ചൊക്കെ വലുതായിട്ടൊക്കെ ഉള്ള ഓറഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ കണ്ടോ, ഇവിടെ ഒരു പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിമേ ഇടക്ക് വലുതും ചെറുതും പൂവിടലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇതുണ്ടാവാറുള്ളത്. ഇത് പിന്നെ സ്ട്രോബെറി പേരക്ക എന്ന് പറഞ്ഞത് കേട്ടോ. ഇതിമേ ഉണ്ടായിട്ടൊന്നുമില്ല, ഇപ്പം ചെറിയ തയ്യ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതായിരുന്നു കേട്ടോ. അതങ്ങനെ വെച്ചതായിരുന്നു ഉമ്മ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വേറെയും കുറേ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ.
അതുപോലെ ചാമ്പക്ക മരം, അതുപോലെ ഈ കുറച്ച് ആമ്പലൊക്കെ ഉണ്ട് കേട്ടോ ഉമ്മാക്ക്. ഈ ആമ്പലിൽ കുറേ അധികം ഗപ്പി കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ, കുറേ അധികം ഉണ്ട്. അപ്പോൾ ഞാൻ കുട്ടികളോട് ഒരു ഗപ്പീനെ എടുത്ത് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അതാ അവർ എടുക്കുക കേട്ടോ. കണ്ടോ, കുഞ്ഞു കുഞ്ഞു ഗപ്പി കുട്ടികളുണ്ട്, വലുതൊക്കെ ഉണ്ട് കേട്ടോ, കുറേ അധികം ഗപ്പികളുണ്ട് ഇതിൽ. ഉമ്മ കിട്ടുന്ന പാത്രങ്ങളിലൊക്കെ വെള്ളം വെച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ തയ്യോളുണ്ടാവണം അതൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കാറാട്ടോ. അതിലേക്ക് ഗപ്പി കുട്ടികളെ ഇട്ട് കൊടുക്കും. ഈ കൊതുകൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ. ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് 2-3 പാത്രങ്ങളിൽ. ഇപ്പോൾ തൈയൊക്കെ ആരെങ്കിലും ചോദിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ വലിയതിൽ തന്നെ ഉണ്ട് ചെറിയ ചെറിയ തൈകളൊക്കെ കേട്ടോ. ഇപ്പോൾ ഇവിടെ കുട്ടികളിതാ കൈയിട്ട് എടുക്കണുണ്ട്. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് കൈയിട്ട് വെറുതെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നോക്കിയതായിരുന്നു കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതുപോലെ കണ്ട കുറേ പാത്രങ്ങളിലൊക്കെ ഉണ്ട് വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ മീനുകളും ഉണ്ട് കേട്ടോ. മഴ പെയ്തപ്പോൾ നിറയെ വെള്ളമായിരുന്നു, കുറേയൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെയാണ്. കണ്ടോ, എല്ലാത്തിലും ഗപ്പിക്കുട്ടികൾ ഇട്ടിട്ടുണ്ട്. കൊതുകൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കും കൂടി ചെയ്തതാ തോന്നണു കേട്ടോ. ഇതപ്പോൾ കണ്ടോ, ഇന്നലെ ഞങ്ങൾ പോയിട്ട് കിട്ടിയതും അതുപോലെ ഇന്നലെ കുറച്ച് കശ്മാവിൻ്റെ അണ്ടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും കൂടി ആണ് കേട്ടോ. അത് ഉമ്മക്ക് കുറച്ച് കിട്ടിയതാണെന്ന് പറഞ്ഞു ഉമ്മ, അതും കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇന്ന് കിട്ടിയതും കൂടി അവിടെ ഞങ്ങളൊന്ന് വെയിൽ കൊണ്ടോട്ട് വെച്ചിട്ട് ഇട്ടതായിരുന്നു. അപ്പോൾ അത് കുറേ ഭാഗങ്ങൾ മുളച്ച അതുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ അത് കാണിച്ചു കൊടുക്കുക കുട്ടികൾക്ക് വെച്ചിട്ട് പോയതാണല്ലോ ഞാൻ. അപ്പോൾ ഇതാ ഞാൻ മുളച്ചത് കൊടുന്നിട്ടത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ പരിപ്പ് എടുത്തരാന്നൊക്കെ കുട്ടികളോട് പറഞ്ഞിട്ട് ഇത് കീറിയിട്ട് കൊടുക്കുക കേട്ടോ. അവർക്കൊക്കെ ഇപ്പോൾ ഇത് ആദ്യമായിട്ടായിരിക്കുമല്ലോ. ഞങ്ങളൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ ചുറ്റിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കണ്ടോ, ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് തുടച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇതിനൊരു എണ്ണ ഉണ്ടാവും, അതുകൊണ്ട് നന്നായിട്ട് തുടച്ച് കൊടുക്കണം. ബാക്കിയുള്ളത് ഞാനൊരു ഐഡിയ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പോയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളോട് കേട്ടോ, നമുക്ക് ഈ അണ്ടിപ്പുട്ട് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെയ്യാമെന്ന് കരുതി. അപ്പം അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ ചെറുതായിട്ട് തുള്ളിയിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് വെയിൽ കൊണ്ടാലാണ് പെട്ടെന്ന് ആവാന്നൊക്കെ പറഞ്ഞു. ഞാൻ കരുതിയില്ല കേട്ടോ, മഴ പെയ്യുമ്പോഴത്തേന് നമുക്കത് റെഡിയാക്കി എടുക്കാമെന്നൊക്കെ മക്കളോട് പറഞ്ഞു. ഏതായാലും മക്കൾക്കൊരു പൊലിവാണല്ലോ, അപ്പോൾ അത് പൊലിവ് തീരുന്നതിന് മുന്നേ തന്നെ റെഡിയാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഐഡിയയിൽ പെട്ടെന്ന് ഇങ്ങനെ റെഡിയാക്കണതിൻ്റെ ഇടയിൽ ആകെ കുഴപ്പമായി, മഴ കൊണ്ട് മഴ പെയ്തു കേട്ടോ. ഏതായാലും മാഷാഅല്ലാ ഒരുവിധം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. കുടമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ കേട്ടോ. കുടമൊക്കെ വെച്ച് കൊടുത്തിട്ട് ഏതായാലും അടിപൊളിയായിട്ട് തന്നെ ചുട്ടെടുത്ത് ഇതുപോലെ ഒരു കല്ലിൽ നമ്മൾ ചിരട്ടുകൊണ്ട് കുത്തിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ ഇങ്ങനെ ചീത്തൊക്കെ പറയുണ്ടായിരുന്നു, കാരണം മഴ കൊണ്ടും പനി പിടിക്കുന്നൊക്കെ. എന്നാലും മാഷാഅല്ലാ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇത്രയധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു കേടും ഇല്ലാത്ത നല്ല അണ്ടിപ്പരിപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുട്ടികളൊക്കെ ചുറ്റും നിന്നിട്ട് അവർക്കൊക്കെ കൗതുകമായിരിക്കുമല്ലോ അല്ലേ ഇത്. അപ്പോൾ അവർക്കും കൂടി കാണാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലി ഒന്ന് നനവുള്ളത് കാരണം ഇങ്ങനെ അതിൻ്റെ തൊലി ഉണ്ടല്ലോ അത് എടുക്കാൻ പ്രയാസമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കിട്ടോ അതിലേക്ക് നമ്മൾ പൊട്ടിച്ചെടുത്ത കശുവണ്ടിയുടെ പരിപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ, നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് എടുക്കാൻ കഴിയും. ചട്ടുകൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. അപ്പോൾ തന്നെ തൊലിയൊക്കെ നന്നായിട്ട് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാനിതാ മൊത്തം തൊലിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ 2 തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തേങ്ങ എടുത്തപ്പോൾ ഞാൻ മക്കളോട് പറയായിരുന്നു, ഞാൻ മടാൾ കയ്യിൽ കിട്ടാത്ത സമയത്ത് ഇങ്ങനെ തേങ്ങ പൊളിക്കുക എന്നിട്ട് ഒറ്റയടിയാണ് കൊടുത്തതും തേങ്ങ പൊട്ടിട്ടോ. മാഷാഅല്ലാ, ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ തേങ്ങ ഇടയ്ക്കൊക്കെ പൊളിക്കാറുള്ളത്, അല്ലെങ്കിൽ കല്ലിൽ വെച്ചിട്ടാണ് പൊളിക്കൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവർ ചോദിച്ചതിനോട് 2 തേങ്ങയല്ല 1 തേങ്ങയാണെങ്കിൽ ഇങ്ങനെ പൊളിക്കാറ്. അപ്പോൾ ഞാൻ ഈ ഒരു ഐഡിയയിലാണ് കാണിക്കൽ കേട്ടോ, പൊളിക്കാറെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഏതായാലും മാഷാഅല്ലാ 2ഉം പൊളിഞ്ഞു. പക്ഷെ ഒന്ന് പച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെ അത് അകന്നിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും എല്ലാ തേങ്ങയും എടുത്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ തേങ്ങ കൊണ്ട് തിരിച്ചു പോകുമ്പോഴാണ് പേരമരത്തുമ്പോൾ ഒരു പഴുത്ത പേരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അതിന് വെറുതെ വിടണ്ടല്ലോ. ഏതായാലും നമ്മളിന്ന് മൊത്തം പുറത്താണ്. അപ്പോൾ പിന്നെ ആ പേരക്കത അതും കൂടി അറക്കാമെന്ന് കരുതിട്ടോ. പേരക്ക അറുത്ത് കഴിക്കാമെന്നുള്ള പ്ലാൻ ഇട്ടപ്പോൾ തന്നെ മക്കൾ ചുറ്റും നിൽക്കുന്നുണ്ട്. ഏതായാലും ഞാൻ അതൊന്ന് കഴുകി തുടച്ചിട്ട് അപ്പം തന്നെ ഞാനൊരു കടി കഴിച്ചെടുത്തു കേട്ടോ. അടിപൊളി പേരക്കയായിരുന്നു, ഉള്ളിൽ വൈറ്റ് കളറുള്ള അടിപൊളി ഒരു പേരക്കയായിരുന്നു കേട്ടോ.
അപ്പോൾ ഇതാ മക്കൾ ചുറ്റിനും വന്നു. അപ്പോൾ പിന്നെ അവരോടും ഇതേമാതിരി തന്നെ കത്തിയെടുക്കാനൊന്നും പോയില്ല, അവർ ഇതേമാതിരി തന്നെ കഴിച്ചു കേട്ടോ. ഇങ്ങനെയല്ലേ നമ്മൾ പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കളും ഇങ്ങനെ കഴിക്കട്ടെ എന്ന് ഞാനും കരുതി. ഇതാ അപ്പോൾ ഇതാ കുഞ്ഞാളിതാ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവളെയും വെറുതെ വിട്ടില്ല, അവൾക്കും കൊടുത്തു കേട്ടോ. ഇനി ഇതാ അത് ഇട്ടിന് അടുക്കളയിൽ പോയപ്പോൾ ഉമ്മ അണ്ടിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരി വറുക്കാനുള്ള അരി നന്നായിട്ട് കഴുകി ഊറ്റിയായിരുന്നു കേട്ടോ. കാരണം നന്നായിട്ട് കഴുകണം, അരി കഴുകാതെ ഒരിക്കലും വറക്കരുത് കേട്ടോ. നന്നായിട്ട് അഴുക്കുണ്ടാവും അരിയിൽ, അതുകൊണ്ട് നന്നായിട്ട് കഴുകണം. കഴുകുന്ന സമയത്ത് ഉപ്പിട്ട് കഴുകുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കഴുകിയിട്ട് ഞാനിതാ ഒരു അരിപ്പയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഉമ്മ ചെയ്ത് തന്നാൽ എനിക്ക് ആ അരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അരിപ്പയിൽ വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരി ഒട്ടും കഴുകാതെ എടുക്കരുത്. അരിയിൽ പല എലികളും അതുപോലെയൊക്കെ പോണതൊക്കെ കടയിലൊക്കെ അല്ലേ, നമുക്ക് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് എപ്പോഴും എന്തും കഴുകിയിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ കഴുകി എടുത്ത് വാലാൻ വെച്ചു. ഇനി ഇതാ ശർക്കരയാണ്. ശർക്കര നമ്മളെപ്പോഴും ഉരുക്കിയിട്ട് എടുക്കുക കേട്ടോ. ചിരകി എടുക്കണേക്കാളും ബെറ്റർ ഉരുക്കി എടുക്കുകയാണ് കേട്ടോ. ഞാൻ അത് വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് മൊത്തം പുറത്തുള്ള ലോകമായതുകൊണ്ട് തന്നെ ഞാൻ അടുപ്പും പുറത്ത് തന്നെ കത്തിക്കാൻ വിചാരിച്ചു. ആദ്യം നമ്മൾ അണ്ടി ചുട്ട് അതേ സ്ഥലത്ത് 2 ഇഷ്ടിക കല്ലൊക്കെ വെച്ചിട്ട് ഇതാ അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മക്കൾ ചുറ്റിനുണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ. മഴ മാറിയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് അടുപ്പ് കത്തിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു ചീനച്ചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് അരിയിട്ട് വറുക്കട്ടെ ചെയ്യണത്. മക്കളൊക്കെ എൻ്റെ ചുറ്റിനുണ്ട് കേട്ടോ. മക്കൾക്കും ഒരു രസമായിരിക്കും. അവർക്ക് മൊബൈലോ ഒന്നുമല്ല, ഇന്ന് ഫുൾ ടൈം പുറം അതുപോലെ ഓരോന്നും ആയിരുന്നു. അതുകൊണ്ട് അവർക്കും നല്ലതാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തു കൂടെ ഒക്കെ നടന്ന് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മളെ ആ ഒരു ലോകത്തേക്ക് തന്നെ മാറും കേട്ടോ. എന്താ ഇതുപോലെ ഞാൻ നന്നായിട്ട് വെള്ളം വാർന്ന അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ സമയത്ത് വെള്ളം ഒന്ന് വാലാൻ പിന്നെ ഒന്ന് നനവുണ്ടാവുമല്ലോ അരി, കുറച്ച് സമയം ഉണ്ടാവും കേട്ടോ. ഇതാ ചെറിയ ആളിതാ ഇങ്ങനെ പറയുകയാണ് എന്നോട് ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ അവളെയും വെറുതെ വിട്ടില്ല, അവളെ ഒന്ന് ഇളക്കാൻ കൊടുത്തു കേട്ടോ. അങ്ങനെ മൊത്തത റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം എടുത്തു കേട്ടോ. നമ്മൾ ഗ്യാസുമ്പോൾ ഒന്നുമല്ല, സാധാ അടുപ്പിലും അല്ലല്ലോ, നനവുള്ള മുറ്റത്താണല്ലോ ചെയ്യുന്നത്. എന്തായാലും മാഷാ അല്ലാ റെഡിയായി കിട്ടിട്ടോ. ഇനി ഇത് നമ്മൾ ഇതുപോലെ ഞാൻ വേറൊരു ചട്ടിയിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അതേ ചീനച്ചട്ടി ഒന്നും കൂടി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത് വെച്ച കശുവണ്ടി ഉണ്ടല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇന്ന് മഴ പെയ്തതുകൊണ്ട് തന്നെ ചെറിയൊരു നനവ് ഉണ്ടായിരുന്നല്ലോ. അപ്പം നമ്മളൊന്ന് ചൂടാക്കിയിട്ടാണല്ലോ അതിൻ്റെ പരിപ്പൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ചൂടാക്കി എടുത്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതേ ചീനച്ചട്ടി തന്നെ എടുത്ത് അതിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ, നല്ല വെള്ളം വാർന്ന തേങ്ങയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കുറച്ച് നനവുള്ള തേങ്ങ ആയതുകൊണ്ടാണ് അതിന് നനവൊന്ന് മാറ്റിയെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി നന്നായിട്ട് നന്നായി നൈസായിട്ട് പൊടിച്ചിട്ടില്ല, എന്നാൽ നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടും വേണം, ഇടയ്ക്ക് കടിക്കും വേണം കേട്ടോ. അങ്ങനത്തെ ഒരു രീതിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാ ഞാൻ ഇപ്പോൾ അരി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ നിങ്ങൾ, ഇപ്പോൾ നല്ല ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇടയ്ക്ക് ചെറിയൊരു തരി ഉണ്ടേനും നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല കേട്ടോ. ഈ രീതിയിൽ പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി പൊടിച്ചെടുത്തത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, രണ്ടാമത്തെ അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഇതായിട്ടാണ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് മൊത്തമായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. മൊത്തമായിട്ട് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ചൂടാക്കി എടുത്ത അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. നല്ല നൈസായി ഒന്നും പൊടിയണ്ട കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്നുകൊണ്ട് കറക്കിയെടുത്തതിന് ശേഷം അതും ഇതുപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച അരിയുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് മൊത്തം മിക്സിയിലേക്ക് ഇതും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ചൂടാക്കിയെടുത്ത തേങ്ങയുണ്ടല്ലോ, തേങ്ങ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ നല്ല നനവുള്ള തേങ്ങയായിരുന്നു, അപ്പോൾ ഒന്നുകൊണ്ട് ചൂടാക്കി എടുത്തതാണ്. അതും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതെല്ലാം കൂടി അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിക്കും കുറച്ചും കൂടി ബെറ്ററാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എല്ലാ ഭാഗത്തും എല്ലാ ഇതും നമുക്ക് നമ്മളെ ഒരു ചട്ടുകം വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ മധുരമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് മധുരം കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ അതിന് ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. കുറഞ്ഞ അളവിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് നന്നായിട്ട് അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ മുന്നേ മിക്സിയിലേക്ക് ഈ മിക്സ് ചെയ്ത എല്ലാതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യല്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി മിക്സിയിൽ കട്ടായിട്ടൊന്നും നിൽക്കാതെ പെട്ടെന്ന് കിട്ടുക കേട്ടോ. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ അരിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ശർക്കര വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒന്നുകൊണ്ട് കറക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ, എല്ലാ ഭാഗത്തും ശർക്കരയുടെയും മിക്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാതും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അടിപൊളി അണ്ടിപ്പുട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു, മാഷാ അല്ലാഹ് കേട്ടോ. അധികം മധുരം ഇല്ലാതെ, കട്ട മധുരം ഇല്ലാതെ മധുരം കുറവുമില്ല, അങ്ങനത്തെ രീതിയിലുള്ള അണ്ടിപ്പുട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. വലിയ തന്നെ വേണം എന്നൊക്കെ കുട്ടികളൊക്കെ പറഞ്ഞപ്പോൾ വലിയ ഉരുള തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ് നല്ല ശർക്കര ചായയാണ് കേട്ടോ. കട്ടൻ ചായയിൽ ശർക്കര ചേർത്തിട്ടുള്ള അടിപൊളി കട്ടൻ ചായയും അണ്ടിപ്പുട്ടുമായിരുന്നു ഇന്നത്തെ വൈകുന്നേരത്തെ ചായക്കുള്ള കേട്ടോ. അടിപൊളി ദിവസമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള നല്ലൊരു ദിവസം നാളെയും ഉണ്ടാവട്ടെ എന്ന് നേർന്നുകൊണ്ടിട്ട് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.